പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും അവയ്ക്ക് സ്കൂളുകളുണ്ടാവും, കോളേജുകളുണ്ടാവും. ഇപ്പം ഞാനിരുന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും ഉണ്ടാവില്ല. മനസ്സിലായി. ആതുരാലയങ്ങളുണ്ടാവും. നാളെ ഈ ഒരെണ്ണത്തിൻ്റെ പേരിൽ അവയൊക്കെ ഇട്ടിട്ടോടാൻ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവർക്ക് കുട്ടികളുടെ രക്ഷകർത്താക്കളോട് പ്രതിബദ്ധതയുണ്ടാവും. നഷ്ടപ്പെടാനുള്ളവർ ഒരു വഴിയുണ്ട്. നഷ്ടപ്പെടാൻ അവർക്ക് വിലങ്ങ് മാത്രമല്ല, പുതിയ ലോകങ്ങളിൽ അവർക്ക് വിശ്വാസവുമില്ല. അവരെ സംഘടിപ്പിക്കുന്നതിനാണ് ഇത് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ വളരെ അപകടകരമാണ് ഈ പോക്ക്. നിലവിലുള്ള സംഘടിത മതങ്ങളും സംഘടിത പ്രസ്ഥാനങ്ങളും അസംഘടിതരായ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മേൽ ഏൽപ്പിക്കുന്ന ഭാരം ഇത്രയേറെ ദൈന്യം ഉണ്ടാക്കുമ്പോൾ ഇനിയും സംഘടിച്ച് രംഗത്തേക്ക് വരാവുന്നവരെ കൂടെ താങ്ങാൻ ഈ മണ്ണ് എത്ര കണ്ട് ശക്തമായിരിക്കുമെന്നേ എനിക്ക് സംശയമുള്ളൂ. അതേസമയം ഇതിലേത് നല്ലത് ഏത് ചീത്ത എന്ന് എങ്ങനെ മാധ്യമത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സത്യാന്വേഷികളുണ്ടാവും. അതിൽ അവർ പോലും ചിലപ്പോൾ വെട്ടിൽപ്പെടുന്ന സമയമുണ്ട്. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് എന്നെ തെറ്റുകാരനായി ചിത്രീകരിക്കുമ്പോൾ മാധ്യമത്തിന് ഏറ്റവും ഇഷ്ടമുള്ളയാളായിരിക്കും എൻ്റെ ഗുരു. ഞാൻ മാധ്യമത്തോട് ഇന്നയാളാണ് എൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അത് മാധ്യമത്തിന് ഇഷ്ടമുള്ളയാളായിരിക്കും. ഇന്നയാളിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് ഇന്നലെ വരെ എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം കാണിക്കാൻ. കാരണം ആ ആള് വളരെ വേണ്ടപ്പെട്ടവനായിരിക്കും. ഞാൻ കുടുങ്ങുന്നതിന് മുമ്പ് 100 പേരെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി വെച്ച് അവരെ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാകും ഭരണകൂടങ്ങൾ. ആരുടെ ഫോൺ നമ്പരും കിട്ടുന്ന ഒരു കാലത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടി വരും. ശരിയാണ് സ്വാമിജി. അപ്പൊ ഇങ്ങനൊരു ദശാസന്ധിയിൽ സന്യാസം എന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, പൗരോഹിത്യം എന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. എങ്കിൽ അതെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ജനങ്ങൾ സാധാരണരായി മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കാൻ ഇപ്പോഴത്തെ ദശാസന്ധിയിൽ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. പറ്റില്ല. പറ്റുകയില്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കും വിധം എല്ലാവരെയും തെറ്റോ ശരിയോ ചെയ്യുമ്പോൾ വ്യക്തിയായി മാത്രമേ കാണുകയുള്ളൂ. അതിന് രക്ഷിക്കാൻ സംഘടനകൾ വന്നുകൂടാ. തെറ്റിന് മതപരമായോ ജാതീയമായോ താതാത്മ്യം ഉണ്ടായിക്കൂടാ. മനസ്സിലായി സ്വാമിജി. അപ്പോൾ ഒരു ഭാവാത്മകതയുടെ തലം ഒരു കാരണവശാലും നൽകരുത്. എൻ്റെ അപ്പൂപ്പൻ വളരെ നല്ലവനാണ്, അതുകൊണ്ട് ഞാൻ നല്ലവനാണ് എന്ന് നിഗമനത്തിൽ അതിനെത്തരുത്. ഞാൻ നല്ലവനാണെങ്കിലേ നല്ലവനാണെന്ന് അർത്ഥം. നിഷ്പക്ഷമായി ഭരണഘടന അനുശാസിക്കുന്ന ഈ കാര്യം ഭരണകൂടങ്ങൾ ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കും.